അടിപൊളി പാട്ടുകൾ അതെ, പാടുന്നതിന്റെ ഇടയിൽ അതിന്റെ കൂടെ ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ നല്ല അല്ല സുഖമാണ് അടിപൊളി പാട്ടുകൾ ശരിക്കും പറഞ്ഞാൽ. എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പാട്ട് എനിക്ക് അതെ അതെ കിട്ടിയത്. അതെ അതെ അതെ. അപ്പൊ അത് അല്ല അപ്പൊ അതിന് ജനങ്ങൾക്ക് മനസ്സിലായി അഫ്സൽ എന്നുള്ള സിംഗർ അടിപൊളി മാത്രമല്ല ഇതും പാടാൻ പറ്റും എന്നുള്ള ഒരു സത്യം. ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഗ്രാംസിനാണെങ്കിലും ആൾക്കാർ കുറെ നല്ല പാട്ടുകൾ 80s-ലെയും 90s-ലെയൊക്കെ പാട്ടുകൾ നമ്മളടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാറുണ്ട്. അതെ അതെ. അപ്പൊ അതും കൊടുക്കാറുണ്ട്. ഡൽഹി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അഫ്സൽക്കൊക്കെ കൂടുതൽ ഷാറുഖ് ഖാന്റെ അല്ലെങ്കിൽ ഹിന്ദി സോങ്സിനോട് ഇല്ല ഹിന്ദി അല്ല അവിടെ അവിടെ മലയാളികളുടെ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അവർക്ക് മലയാളം മതി. മതി. ഹിന്ദി അവര് വേറെ പാട്ടുകാർ ഹിന്ദിക്കാർ പറഞ്ഞ് കേൾക്കണ്ടല്ലോ. നമ്മളെ വിളിക്കണ മലയാളം പാട്ടുകൾ കേൾക്കാനാണ്. അതെ അതെ. ഇപ്പൊ ഞാനിപ്പോ ഹിന്ദി പ്രോഗ്രാം ചർച്ചിന്റെ പ്രോഗ്രാം അവിടെ പോയപ്പോ കംപ്ലീറ്റ് മലയാളികളാണ്. അത് ശരിയാ. അവർക്ക് മലയാളം കേട്ടാൽ മതി. ഹിന്ദി പ്രോഗ്രാം അല്ല അത് ശരിക്കും. അപ്പൊ അവിടെ ഒരു ആൾക്കാരെന്ന് പറയണത് പ്രായമുള്ള ആൾക്കാർ തൊട്ടുണ്ട്. അതെ അതെ. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ ഒരു പുതിയ അടിപൊളി പാട്ടല്ല അവർക്ക് വേണ്ടി. അവർക്ക് ആ കാലഘട്ടത്തിൽ അവരുടെ പാട്ടുകളും ഒക്കെ വേണം. 80s 90s 90s ഒക്കെ വേണം. പാട്ടുകളാണ്. അപ്പൊ അതും കൊടുത്ത് പിന്നെ നമ്മൾ പാടിയ പാട്ടുകൾ കൊടുത്ത് ഹിന്ദി ഒന്നുമില്ല. ഹിന്ദി ഒരു പാട്ടേറ്റോ ഞാൻ പാടിയുള്ളൂ. അത് ഒരു പല്ലവി അനുപല്ലവി മാത്രമേ പാടിയുള്ളൂ. ശരിയാ ശരിയാ.